വയനാട് പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ജനകീയ ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന ഏകദിന ഉപവാസം പുരോഗമിക്കുന്നു. വയനാട് കളക്ട്രേറ്റിന് മുന്നിലാണ് ഉപവാസ സമരം നടക്കുന്നത്. ദുരന്തബാധിതരുടെ പൂർണ്ണ ലിസ്റ്റ് ഉടൻ പുറത്തുവിടുക, 5 സെന്റ് നൽകാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സമരപന്തലിന് മുന്നിൽ നിന്ന് ആഷിഖ് റഹ്മാനുണ്ട്. ആഷിഖ്, സമരം എത്തരത്തിലാണ് പുരോഗമിക്കുന്നത്? സർക്കാരിന്റെ നിലപാട് എന്താണ് സമരക്കാരോട്? ആതിര, ഈ മുണ്ടക്കൈ ചുരമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട സമരമാണ്. പ്രത്യേകിച്ച് ഇന്നലെ കുടിൽക്കട്ടി സമരമാണെങ്കിൽ ഇന്ന് കളക്ടറേറ്റ് മുന്നിലാണ് സമരം. ഈ സമരം രാവിലെ 10 മണി മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വൈകിട്ട് 5 മണി വരെയാണ് നിലവിൽ ഈ ഒരു സമരം ക്രമീകരിച്ചിട്ടുള്ളത്. ഏകദിന ഉപവാസ സമരമാണ്. കളക്ടറേറ്റ് മുന്നിൽ ഒരു അധികാരികൾക്ക് ഒരു മുന്നറിയിപ്പ് എന്ന നിലയ്ക്കാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് പോകുന്നതെന്നാണ് ഇവരെല്ലാവരും അറിയിക്കുന്നത്. നമ്മുടെ കൂടി ഈ സമരത്തിന്റെ സംഘാടന സമിതി ആൾക്കാർ ചേരുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് നീങ്ങിയത്? സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള തികഞ്ഞ അവഗണനയാണോ? തീർച്ചയായിട്ടും. കാരണം നമ്മളെ ചേർത്ത് പിടിക്കലിൻ്റെ കാലൊക്കെ കഴിഞ്ഞെന്നുള്ളൊരു തോന്നലാണ് നമുക്ക് വന്നിട്ടുള്ളത്. ആദ്യമേ നമുക്ക് സർക്കാർ പറഞ്ഞിട്ടുള്ളത് 10 സെന്റ് 1000 സ്ക്വയർ ഫീറ്റ് വീടും തരാമെന്ന് പറഞ്ഞു കൊടുത്തുള്ള മാറ്റം 5 സെന്റ് ഭൂമിയിലേക്ക് ചുരുങ്ങിയതായിട്ടാണ് അറിവ്. അതുപോലെ ടൗൺഷിപ്പ് ഏറ്റെടുത്ത് പുനരധിവാസം നടപ്പിലാക്കുമെന്ന് പറഞ്ഞത് ഒറ്റ ടൗൺഷിപ്പിലേക്ക് ചുരുങ്ങുന്ന അവസ്ഥയും കാണുന്നുണ്ട്. ഇവിടെ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്രയും 7 മാസത്തോളമായി ദുരന്ത ബാധിതർ, വീടുമില്ല, കുടിയില്ല, കുറ്റവരുടെവരൊക്കെ നഷ്ടപ്പെട്ട ആളുകൾ സമരത്തിൽ പങ്കെടുക്കുന്നത്. ലിസ്റ്റ് പോലും നമുക്ക് പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും പടവെട്ടി കുന്നിലെ ആളുകളാണ് ഇവരെല്ലാവരും. ഞങ്ങൾ പടവെട്ടിക്കുന്നിലാണുള്ളത്. ഞങ്ങൾ ലിസ്റ്റിൽ ഒന്നിനും പേര് വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഞാൻ ജീവിക്കാൻ പറ്റൂല. ഞങ്ങൾ ചെറിയ മക്കളെയും കൊണ്ട് കഴിയണവരാണ്. വയസ്സായവരുണ്ട്, സൂക്കടുള്ളവരുണ്ട്. ഒന്നും ഞങ്ങൾക്ക് അവിടെ നിന്ന് കയ്യെ കൊഞ്ച് പോയി. വയസ്സായ പ്രായ ആളൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് ഓടി കഴിച്ചില്ല. ഒരിക്കൽ ഞങ്ങൾ ഇന്ന് കഴിച്ചിലായതാണ്, പിഞ്ച് മക്കളെയും കൊണ്ട്. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് അവിടെ പോയി താമസിക്കാൻ പറ്റൂല. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം കണ്ടെത്തണം. ഞങ്ങൾക്ക് ഹാർട്ടിന് സുഖമില്ലാത്തതാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ്. നീച്ച് അവിടുന്ന് രക്ഷപ്പെട്ടത് എങ്ങനെ? രാത്രി കാട്ടുകൂടെ ഓടിയിട്ട്. ഇവരിതാ ക്യാൻസറുള്ള ആളാണ്. രാത്രിയിലൊക്കെ ഞങ്ങൾ മരണം കണ്ട് മേലൊക്കെ ഓടിയതുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ലായതാണ്. താഴേക്കാണെങ്കിൽ ഞങ്ങളൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. ഞങ്ങളെ കൂടെ ഉള്ളവരൊക്കെ മരിച്ചുപോയി. ഞങ്ങൾ ഇതുവരെ ഒരു ചാനലിൻ്റെ മുന്നിലേക്കും വന്നിട്ടില്ല. ഞങ്ങളെ നിവർത്തികേടുകൊണ്ട് ഞങ്ങൾക്കൊരു വീട് വേണം. ആ വീടിന് വേണ്ടി ഞങ്ങൾ വന്നതാണ്. ലിസ്റ്റിൽ പേരില്ല. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇതുവരെ 7 മാസമായി ഞങ്ങൾക്കൊരു തൊഴിലില്ല. 7 മാസമായി ഞങ്ങൾക്കൊരു പണി ഇതൊന്നുമില്ല. ആനയാണ് ഇപ്പം അവിടെ നടക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ വീട് റോഡിന്റെ താഴെയാണ്. ഒറ്റപ്പെട്ട് ഞങ്ങൾ വയസ്സായ ആൾക്കാരാണ് ഞങ്ങൾ അവിടെ താമസിക്കുന്നത്. ഒറ്റപ്പെട്ട് അവിടേക്ക് പോകണം പറഞ്ഞാൽ നടക്കുമോ? ഇത്രയും കാലം ഞങ്ങൾ സമ്പാദിച്ച് ചെറുപ്പം മുതൽ സമ്പാദിച്ച് എല്ലാം വെള്ളത്തിൽ കൂടെ പോയി. ഇനി ഞങ്ങൾക്ക് ഒന്നും വേണ്ട. ഞങ്ങൾക്ക് ഇനി താമസിക്കാം, അന്തി ഉറങ്ങാൻ ഒരു വീട് വേണം. അത് ആവശ്യമുള്ളൂ. ഞങ്ങളോട് അങ്ങോട്ട് പോകാനാ പറയുന്നത്. നിങ്ങളവിടെ പോയി നോക്കി എങ്ങനെ താമസിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയും. നിങ്ങളവിടെ പോയാൽ ഇനി ഇവർ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ ആനന്റെ വായിക്കാണ് ഇവർ പറഞ്ഞു വിടുന്നത് ഞങ്ങളെ. ഇനിയിപ്പോൾ എത്താൻ നമ്മൾ പൊട്ടി നിൽക്കുന്നുണ്ട്. അത് എപ്പോഴാണ് വരികയെന്ന് പറയാൻ പറ്റൂല. അപ്പം ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വീട് വേണം. ഞാനൊരു രോഗിയാണ്. ഒറ്റയ്ക്കാണ്, ആരും ഇല്ല വീട്ടിൽ. ഞാൻ ഒറ്റയ്ക്കാണ് താമസിച്ചത്. അന്ന് രാത്രി ഞാൻ കീമോ കഴിഞ്ഞ് വന്ന് കിടക്കുന്ന അന്നായി ഉരുള് പൊട്ടില്ല. എന്നെ ഒരാളുമില്ല. ഞാൻ കണ്ടവാൻ അന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഭയങ്കര ഒച്ച കേട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ വീടിൻ്റെ പാതപ്പടിയൊക്കെ പൊട്ടിയിട്ടുണ്ട്. വെള്ളം വരിക്കാത്ത ഫുള്ളായിട്ടും വന്നു. അങ്ങനെ എഴുന്നേറ്റ് എൻ്റെ അനിയത്തിയുടെ മോൻ അനിയത്തിയൊക്കെ പോയി. അനിയത്തി 5 പേര് കുടുംബത്തിൽ നിന്ന് പോയിട്ടുണ്ട്. ഞങ്ങളവിടുന്ന് ഞാൻ എഴുന്നേറ്റ് നോക്കി വാതിൽ തുറക്കുമ്പോൾ 3-4 ആന മുറ്റത്ത് നിൽപ്പുണ്ട്. അപ്പോൾ വാതിൽ പെട്ടെന്ന് അടച്ചേക്കാം. ഒന്നുമില്ല, ആരെയും വിളിക്കാനില്ല. അടുത്ത ആളില്ല, അടുത്ത വീട്ടിലെ ആൾ ഇല്ല വീട്ടിൽ. അതന്ന് താഴോട്ട് പോയി. ഇല്ല, സഹായമൊന്നും അങ്ങനെ എനിക്കൊന്നും കിട്ടുന്നില്ല. ഇപ്പം ഇന്നലെ വിളിച്ചു, ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ അത് അവിടുന്നല്ല എനിക്കൊന്നും കിട്ടാറില്ല. ആ സമയം പോകാനും നമുക്ക് പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം നിൽക്കുക. ഞങ്ങൾക്ക് വയസ്സായ ഞങ്ങൾ തന്തയും തള്ളയേ ഉള്ളൂ. ഞങ്ങൾക്ക് സ്ട്രോക്ക് വന്ന ആളാണ്. ഭർത്താവ് സ്ട്രോക്ക് വന്ന ആളാണ്. എനിക്ക് സുഖമില്ലാത്ത ആളാണ്. എന്താണെന്ന് സർക്കാരിൻ്റെ എനിക്ക് എന്തായാലും ഒരു വീട്, നമ്മുടെ സ്ഥലം വീട് ഒക്കെ പോയി. നമ്മൾ ഒറ്റപ്പെട്ടതാണ്. ആ ഭാഗം ഒറ്റപ്പെട്ടതാണ് പടവെട്ടി. ഇത്ര പേർക്കും ഞങ്ങൾക്ക് ഒരു വീട് കിടന്നുറങ്ങാൻ, പേടിയില്ലാതെ കിടന്നുറങ്ങാൻ ഒരു വീട് വേണം. ഞങ്ങൾക്ക് ഒരു വീട് വേണം. ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് വെള്ളം പോണ സ്ഥലമാണ്. അവിടെ നിൽക്കാൻ പറ്റൂല ഒറ്റയ്ക്ക്. ഞങ്ങൾക്ക് എന്തായാലും ലിസ്റ്റിൽ പേരില്ല. ഞാനും ഒരു സുഖമില്ലാത്ത ആളാണ്. എനിക്ക് ഒരു വീട് വേണം. ഒരു 5 സെന്റിൽ ഒരു വീട് വേണം. ഇതാണ് പ്രധാനമായും പറയുന്നത്. ഈ ലിസ്റ്റ് ഉണ്ട്, എല്ലാം റെഡിയാണ്, ആരെയും ഒഴിവാക്കില്ല എന്ന് സർക്കാർ പറയുന്ന സമയത്ത് പോലും ഈ ദുരന്തബാധിതർ വലിയ തരത്തിൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പടവെട്ടിക്കുന്നിൽ വന്ന സ്ത്രീകളാണ്, ഉമ്മമാരാണ്, വീട്ടമ്മമാരാണ് നമ്മൾ സംസാരിച്ചത്. അവർ സംസാരിച്ച് പ്രധാനമായും പറഞ്ഞത് തങ്ങളെ ആരെയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്നലെ പ്രാഥമിക ലിസ്റ്റ്, 2ാം ഘട്ട കരട് ലിസ്റ്റ് വന്നപ്പോൾ തന്നെ വലിയൊരു പ്രതിഷേധം വന്നിരുന്നു. 17ഓളം ആൾക്കാർ ഈ ദുരന്തത്തിൽ പൂർണ്ണമായി ഉൾപ്പെട്ട ആൾക്കാർ പോലും
ഈ ലിസ്റ്റിൽ വന്നിട്ടില്ല എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ഇവരെല്ലാം പടവെട്ടിക്കുന്നാണ്. അതായത് ഈ ദുരന്ത മേഖലയിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ഥലമാണ്. അവിടെയുള്ള ആൾക്കാരെ പോലും ഉൾപ്പെടുത്താതെയാണ് ഈ ലിസ്റ്റ് വന്നത് എന്നുള്ളതാണ്. ഇന്നലെയും ഇന്നും നടക്കുന്ന സമരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ലിസ്റ്റ് പൂർണ്ണമായും പുറത്തുവിടുക എന്നുള്ളതാണ്. ആദ്യഘട്ട ലിസ്റ്റും രണ്ടാം ഘട്ട ലിസ്റ്റും പുറത്തു വരുമ്പോഴും നിരവധി ആൾക്കാർ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ 5 സെന്റ് എന്നുള്ളത് 5 സെന്റിൽ ഭൂമി എന്നുള്ളത് ഒഴിവാക്കി 10 സെന്റ് തന്നെ എല്ലാവർക്കും നൽകണം. ഈ ചികിത്സാ പുനരധിവാസം ഈ സർക്കാർ മാസം നൽകി വരുന്ന 300 രൂപ ദിവസം നൽകി വരുന്ന സഹായ വാഗ്ദാനം, ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾ ദുരന്തബാധിതർക്കുണ്ട്. അതെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് ഇത് ആദ്യഘട്ട സമരം എന്ന നിലക്കാണ് നിലവിൽ. അത് തന്നെയാണ് ഈ മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ അവരുടെ നിസ്സഹായാവസ്ഥ പങ്കുവയ്ക്കുകയായിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവരിപ്പോൾ ഉപവാസ സമരം നടത്തുന്നത്. പുനരധിവാസം വൈകുന്നതിലാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി ഇവർ കലക്ട്രേറ്റിന് മുന്നിൽ ഇരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആഷിഖ് റഹ്മാൻ.